എറണാകുളം ജില്ലയിൽ ഒരു പുതിയ ഷോപ്പിംഗ് മാളും അതുപോലെ തന്നെ ഒരു പുതിയ മൾട്ടിപ്ലക്സ് തിയേറ്ററും ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. എറണാകുളം ജില്ലയിൽ എവിടെയാണെന്നറിയാവോ? നമ്മുടെ കാലടിയിലാണ് ഏറ്റവും പുതിയ ഷോപ്പിംഗ് മാൾ ഓപ്പൺ ആയിരിക്കുന്നത്. ഈ ഷോപ്പിംഗ് മാളിന്റെ പേര് നിങ്ങൾക്കറിയാവോ? ഗോൾഡൻ മാൾ. പേര് പോലെ തന്നെ ഒരു ഗോൾഡൻ മയമാണ് മാളിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ മാളിനെ പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, നമുക്ക് തിയേറ്ററിനെ പറ്റി നോക്കാം കേട്ടോ. 3 സ്ക്രീനോട് കൂടിയ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ് നമ്മുടെ കാലടി ഗോൾഡൻ മാളിൽ ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഈ ഷോപ്പിംഗ് മാൾ ഓപ്പൺ ചെയ്തത് ഓഗസ്റ്റ് മാസമായിരുന്നു കേട്ടോ, ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു തിയേറ്റർ ഓപ്പൺ ചെയ്തത്. അപ്പോൾ തിയേറ്ററിന്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 3 സ്ക്രീനോട് കൂടി മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലടിയിൽ തന്നെ ആദ്യത്തെ 4K തിയേറ്റർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാര്യം തൊട്ടടുത്ത് തന്നെ നമ്മുടെ ജവഹർ തിയേറ്റർ ഉണ്ട്, ഡ്രീം ബിഗ് ജവഹർ തിയേറ്റർ. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ സിനിമ കാണാൻ കയറുമ്പോഴേ അവിടെ സ്ക്രീനിനകത്ത് അവരുടെ ഒരു പ്രൊമോ ഇമേജ് ഇടും. അപ്പോൾ ആ ഇമേജിനകത്ത് കൊടുത്തിട്ടുണ്ട് ക്രിസ്റ്റി 4K എന്ന് പറഞ്ഞ് അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 4K തിയേറ്റർ ആണ്. അപ്പം കാലടിയിലെ ആദ്യത്തെ 4K തിയേറ്റർ അതാണെന്ന് പറയാം. പക്ഷെ കാലടിയിലെ ആദ്യത്തെ 4K ഡോൾബി അറ്റ്മോസ് എന്ന പേര് നമ്മുടെ ST സിനിമാസിന് തന്നെയാണ്. അത് തകർക്കാനായിട്ട് ഇനി ആർക്കും പറ്റത്തില്ല, കാര്യം തിയേറ്റർ വന്നു കഴിഞ്ഞു. പിന്നെ എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രീം ബിഗ് ജവഹർ സിനിമാസ് ആ ഒരു തിയേറ്ററും നമ്മുടെ ST സിനിമാസും തമ്മിൽ വെറും 1.5 കിലോമീറ്ററിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ കാലടി നിവാസികൾ തന്നെ തീരുമാനിക്കുക നിങ്ങളുടെ ഫേവറേറ്റ് തിയേറ്റർ ഏതാണെന്ന്. അപ്പോൾ ഈ 1.5 കിലോമീറ്റർ ഗ്യാപ്പിൽ നിങ്ങൾക്ക് 2 തിയേറ്റേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്, രണ്ടും 4K ആണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് അങ്ങോട്ട് പറഞ്ഞ് നീട്ടാതെ നേരെ തിയേറ്ററിനകത്തേക്ക് കയറാം. 3 സ്ക്രീനാണ് വരുന്നത്. ഇവിടെ സ്ക്രീൻ 1ലാണ് നമ്മൾ ഈ പറഞ്ഞ 4K ഡോൾബി അറ്റ്മോസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ക്രീനിനകത്ത് മൊത്തം 171 സീറ്റാണ് വരുന്നത്. പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 രൂപയാണ്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് നമുക്ക് പറയാം, ഒരു 4K ഡോൾബി അറ്റ്മോസ് സ്ക്രീൻ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ സ്ക്രീൻ 2ലേക്ക് കടക്കുന്നു. സ്ക്രീൻ 2വിൽ ഡോൾബി അറ്റ്മോസ് അല്ല, അവിടെ ഡോൾബി 7.1 ആണ്. പക്ഷേ ടിക്കറ്റ് ചാർജിൽ യാതൊരു കുറവില്ല, 150 രൂപ തന്നെയാണ് കേട്ടോ. പിന്നെ സ്ക്രീൻ 1നെ അപേക്ഷിച്ച് സീറ്റിന്റെ കപ്പാസിറ്റി കുറവാണ്, അതായത് 134 സീറ്റാണ് ഈ ഒരു സ്ക്രീനിനകത്ത് വരുന്നത്. ഇനി സ്ക്രീൻ 3ലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും ഡോൾബി 7.1 ആണ്. സീറ്റ് നമ്പർ നോക്കുവാണെങ്കിൽ മൊത്തം 134 തന്നെയാണ് വരുന്നത്. അവിടെയും ഡോൾബി 7.1ന് 150 രൂപയാണ് ടിക്കറ്റ് ചാർജ് ഈടാക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും കാലടി നിവാസികൾക്ക് ഇങ്ങനെ 1.5 കിലോമീറ്റർ ഗ്യാപ്പിൽ വേണമെങ്കിൽ നടന്ന് പിടിക്കാവുന്ന ദൂരമൊക്കെ ഉള്ളൂ കേട്ടോ 2 തിയേറ്ററുകൾ തമ്മിൽ. അപ്പോൾ നിങ്ങൾക്ക് നല്ല 2 കിടിലം തിയേറ്റേഴ്സ് ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് സിനിമകൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് 4K ഡോൾബി അറ്റ്മോസിൽ കാണണമെങ്കിൽ അവിടെ പോയി കാണാം, അല്ല ST സിനിമാസിൽ പോയി കാണാം. ഇനി 7.1ൽ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് ജവഹറിൽ പോയി കാണാം. ഓക്കെ, അതൊക്കെ കാലടി നിവാസികളുടെ ഇഷ്ടം.